Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. കഴിഞ്ഞ ദിവസം നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഇതൊന്നും മിണ്ടാതെ നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ബാക്കി എടുക്കാതെ നമുക്ക്. മിസ് ഇൻഫെക്ഷൻ കൺട്രോൾ വരെയാണ് അല്ലെ എടുത്തത്. ഇൻഫെക്ഷൻ കൺട്രോളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് അല്ലെ മിസ് എടുത്തത്. ബാക്കി കണ്ടിന്യൂ ചെയ്യേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ICU ഓർ എമർജൻസി സെക്ഷനിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അവിടെ ആരാണ് അത് അങ്ങനെയുള്ള ആ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മോണിറ്റർ ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ICUയില് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അതില് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ? നമ്മുടെ എമർജൻസി പേഷ്യന്റിന് പ്രാഥമിക വിലയിരുത്തൽ നടത്താനായിട്ട്, ഇവാലുവേഷൻ എടുക്കാനായിട്ട് എത്ര സമയം വേണ്ടി വന്നു അല്ലെ? നമുക്കറിയാം ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ ഒരുപാട് ടൈം എടുക്കേണ്ടി വരാൻ, ഒരുപാട് ടൈം എടുക്കാൻ പാടുണ്ടോ? ജസ്റ്റ് അവരൊന്ന് വിലയിരുത്തിയതിനു ശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആണോ? അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും ചില സമയത്ത് കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു എമർജൻസി പേഷ്യന്റിന് അവരെ ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ? ഒരു പേഷ്യന്റിന് ഒരു അബ്ഡമിൻ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ടിന് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവന്നു, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു, അവർ പറഞ്ഞു വിട്ടതിന് ശേഷം 72 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അവർ വീണ്ടും ആ ഒരു സിമിലർ പ്രോബ്ലം ആ ഒരു പ്രശ്നമായിട്ട് തന്നെ, സിമിലർ പ്രശ്നമായിട്ട് തന്നെ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ എത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് റീ ഇൻറ്റുബേഷൻ റേറ്റ് അല്ലെ? പുനഃസ്ഥാപിക്കല്. Okay, re-intubation was defined as intubation after extubation of a patient who had been initially tracheal intubed under general anesthesia or combined general or regional anesthesia. അല്ലെ? നമുക്ക് general anesthesia അല്ലെങ്കിൽ combined നമ്മുടെ general anesthesia, regional anesthesia ഒരു combined അല്ലെ? അത് രണ്ടും അതിന്റെ കമ്പൈനും കൊടുത്തതിന് ശേഷം എന്താണ് ചിലപ്പോ പേഷ്യൻസ് നമുക്ക് ഇൻറ്റുബേഷൻ കൊടുക്കേണ്ടി വരും അല്ലെ? ശ്വാസം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്യൂബ് ഇടേണ്ടി വരില്ലേ? ശ്വാസകോശത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് ട്യൂബുകൾ ഇടേണ്ടി വരും അല്ലെ? സർജറികൾ ചെയ്ത് കഴിഞ്ഞ പേഷ്യന്റിന്, സർജറികൾ ചെയ്ത് കഴിയുന്ന പേഷ്യന്റിന് അപ്പൊ അവർക്ക് എന്താണ് നമ്മുടെ ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ അനസ്തേഷ്യ, കമ്പൈൻഡ് അനസ്തേഷ്യ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത പേഷ്യൻസിന് അവർക്ക് ശ്വസിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ട്യൂബൊക്കെ ഇട്ട് അവർ ഓക്കെ ആയി, അവര് ഒറ്റക്ക് തന്നെ നോർമലായിട്ട് ശ്വസിക്കാൻ കേപ്പബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ട്യൂബ് മാറ്റും അല്ലെ? എക്സ്റ്റുബേഷൻ ചെയ്യോ? എക്സ്റ്റുബേഷൻ ചെയ്തതിന് ശേഷം അവരുടെ കണ്ടീഷൻ വീണ്ടും വഷളാവാണ്, അവർക്ക് ശ്വസിക്കാൻ പറ്റാതെ വരാം, അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് വന്നിട്ട് നമുക്ക് വീണ്ടും ഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വരുന്നതിനെയാണ് ഈ ഇൻറ്റുബേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര പേഷ്യൻസിന് എത്ര ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ ആണോ?
നമുക്ക് എന്താണ് ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് അനസ്തേഷ്യ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ഇൻറ്റുബേഷൻ കൊടുക്കുക. അവരെന്താണ് ശ്വസിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ട്യൂബുകളൊക്കെ ഇട്ട് അവരെ ബ്രീത്തിങ്ങിന് സഹായിച്ചു. അവർ ഓക്കെ ആയി സ്വന്തം തന്നെ ശ്വസിക്കാനുള്ള ഒരു കഴിവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റുബേഷൻ ചെയ്യും, ട്യൂബുകൾ മാറ്റും. ആ ട്യൂബ് മാറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരെന്നില്ല വഷളാവുകയാണ്, അവർക്ക് വീണ്ടും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇൻറ്റുബേഷൻ കൊടുക്കേണ്ടി വരുന്ന എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്? ഓക്കെ ആണോ? അതാണ് റീ ഇൻറ്റുബേഷൻ റേറ്റ്. ഓക്കെ ആണോ? അങ്ങനെ എമർജൻസിയിൽ അല്ലെങ്കിൽ ഐസിയുല് അങ്ങനെ എത്ര കേസുകൾ വന്നിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ അനസ്തേഷ്യയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അതാരാണ് മോണിറ്റർ ചെയ്യുന്നത്? നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. എന്താണ് നമ്മുടെ അനസ്തേഷ്യ? നമ്മളൊരു സർജറി ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മുടെ അടുത്ത് പറയല്ലേ, ജനറൽ അനസ്തേഷ്യ ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്പൈൻ അനസ്തേഷ്യ ആണോ, അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ ആണോ എന്ന് ഡോക്ടർ ആദ്യം തന്നെ പറയാറില്ലേ? പറയാറുണ്ടോ? ഡോക്ടർ പറയില്ലേ, നമ്മളോട് മുൻകൂട്ടി സൂചന തരല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യന്റിനെ ഒരു എന്താണ് അനസ്തേഷ്യയുടെ പ്ലാൻ ഒക്കെ പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം അതിന് മോഡിഫിക്കേഷൻ വരാം. ഇപ്പൊ ഒരു പേഷ്യന്റിനാണ് ലോക്കൽ അനസ്തേഷ്യ ആണ് പറഞ്ഞത്, പക്ഷെ സർജറിക്ക് കയറ്റിയതിന് ശേഷം അവർക്ക് എന്താണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനില് എത്ര കേസുകളിൽ അങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്? ഓക്കെ ആണോ? ചേഞ്ചസ് വരുത്താം. അവരോട് പറഞ്ഞിട്ടുള്ള അനസ്തേഷ്യ അല്ലാതെ വേറെ ഏതെങ്കിലും അനസ്തേഷ്യ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ലോക്കൽ അനസ്തേഷ്യ പറഞ്ഞിട്ട് സർജറി ചെയ്യുന്ന സമയത്ത് അത് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കമ്പൈൻഡ് അനസ്തേഷ്യ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അവർക്ക് നമുക്ക് ആ ഒരു ഡോസ് കുറഞ്ഞത് കൊടുത്തത് കൂടി പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അവർക്ക് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരില്ലേ പേഷ്യന്റിന് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട്? അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ വന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എത്ര പേഷ്യന്റിനെ വെന്റിലേഷന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? നമ്മൾ അൺപ്ലാനഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ അതിന്റെ ഡോസ് കൂടി പോവുക, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് എത്ര പേർക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ് എല്ലാവർക്കും കേട്ടാ അൺപ്ലാനഡ് പ്രതീക്ഷിക്കാതെ വരുന്നത് ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം വെന്റിലേഷൻ കൊടുക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ് അല്ലെ. നമുക്ക് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അൺഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പൊ നമ്മൾ മിസ് കഴിഞ്ഞ ദിവസം അനസ്തേഷ്യയുടെ കാര്യം പറഞ്ഞപ്പോ വെട്രിമാരൻ സിനിമയുടെ കാര്യം പറഞ്ഞു അല്ലെ. അതെന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിക്കുന്നതാണ് അല്ലെ, ഡോസ് കൂടിപ്പോയിട്ട് അല്ലെ. ചിലപ്പോ എന്താണ് അനസ്തേഷ്യയുടെ ഡോസ് കൂടിപ്പോയി കഴിഞ്ഞാല് പേഷ്യന്റിന് മരണം തന്നെ സംഭവിക്കാം അല്ലെ. ആണോ? മരണം തന്നെ സംഭവിക്കാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ട് അനുയോജ്യമല്ലാത്ത അല്ലെ എന്തെങ്കിലും ഇവന്റുകൾ സംഭവിക്കുക. നെക്സ്റ്റ് പറയുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മോർട്ടാലിറ്റി മരണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെ. നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ഇനീഷ്യൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാലോ. ചിലപ്പോ എന്തെങ്കിലും വെച്ച് മറക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ കറക്റ്റ് രീതിയിലല്ലാത്തത് കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അവരെ അൺപ്ലാനഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് വരേണ്ടി വരിക. ഓക്കെ ആണോ? വീണ്ടും അതുമായി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വീണ്ടും സർജറി ഒക്കെ നടത്തേണ്ടി വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ. നമുക്ക് ഒരു സർജറി ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് തന്നിട്ട് അത് വീണ്ടും ആ ഒരു സർജറിക്ക് വരുന്ന സമയത്ത് അത് വീണ്ടും വേറൊരു ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ അങ്ങനെ എത്ര പെർസെന്റേജ്, എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്? ഓക്കെയാണോ അത്? അൺപ്ലാനഡ് റിട്ടേൺ ടു OT അതൊക്കെ മിസ് പറഞ്ഞായിരുന്നു കേട്ടോ, വേറൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് percentage of cases where the organization procedure to avoid hostile events like wrong site, wrong patient and wrong surgery has been adhered to. എന്താണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ പ്രൊസീജിയർ എന്താണ്? അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സുകൾ അല്ലെ. നമുക്ക് എന്താണ് ശരിയായ രീതിയിലല്ലാത്ത എന്തെങ്കിലും ഇവന്റ്സുകൾ സംഭവിക്കാം അല്ലെ. എന്ന് വെച്ചാൽ എന്താണ് ഒഴിവാക്കാൻ പറ്റും. എന്താണ് നമുക്ക് റോങ് സൈറ്റിൽ ചെയ്യാം, റോങ് പേഷ്യന്റിൽ സർജറി ചെയ്യാം, പേഷ്യന്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ റോങ് സർജറി നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സർജറീസ് നടന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയെല്ലാം നടന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് who received a suitable prophylactic antibiotics with the specified time frame. എന്താണ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന, നമുക്ക് സർജറി ഒക്കെ ചെയ്ത് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ആന്റിബയോട്ടിക്സുകൾ ആ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളിൽ ശരിയായ രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടോ, അവർ സ്വീകരിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് ഓക്കെ ഏതൊക്കെ ഇനി പറയണോ മിസ്? നമുക്കറിയാം അല്ലെ, ഇതൊക്കെ പറഞ്ഞ കാരണമാണ് കേട്ടോ. ആന്റിബയോട്ടിക്സുകളൊക്കെ എന്താണ് 5 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെയാണല്ലേ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ടൈം ഉണ്ട്. ആ ഒരു കറക്റ്റ് സമയത്തും ആ ഒരു കറക്റ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ കൊടുക്കണം അല്ലെ. ഇപ്പൊ 3 ദിവസം തന്നിട്ടെങ്കിൽ 3 ദിവസം ആന്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ ആ 3 ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ? 2 ദിവസം കൊടുത്ത കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ഈ അങ്ങനെയുള്ള പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ ആ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ള ആ പറഞ്ഞ സമയത്ത് ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ശരിയായ രീതിയിൽ കൊടുക്കുന്നുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? ഓക്കെ ആണോ? ഫസ്റ്റത്തെ പറയുന്നത് എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ആ ഒരു ഓർഗനൈസേഷന് ശത്രുതയുള്ള ഇവന്റ്സുകൾ സംഭവിക്കുക അല്ലെ. ഹോസ്റ്റൈൽ ഇവന്റുകൾ എന്താണ്? റോങ് പേഷ്യന്റില്, റോങ് സൈറ്റില് അല്ലെ, വേറെ സൈറ്റ് സർജറി ചെയ്യേണ്ട സ്ഥലം മാറിയിട്ട്, അല്ലെങ്കിൽ റോങ് സർജറി വേറെ ഏതെങ്കിലും ശസ്ത്രക്രിയ എങ്ങാനും നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം കിട്ടും അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് cases in which the planned surgery is altered intraoperatively. എന്താണ് നമ്മുടെ ആ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു സർജറി എന്താണ്? ഇൻട്രാഓപ്പറേറ്റീവ്, ഓൾട്ടേർഡ് ഇൻട്രാഓപ്പറേറ്റീവ്. നമ്മുടെ ആ ഒരു സർജറി റൂമിലേക്ക് കയറ്റിയതിനു ശേഷം അവർ എന്ത് ചെയ്യാണ്? റീഷെഡ്യൂൾ ചെയ്യാണ്, മാറ്റാം. നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ പൂർത്തിയായി നമ്മൾ ചിലപ്പോ സർജറി റൂമിലേക്ക് കയറ്റുന്ന സമയത്ത് പേഷ്യന്റിന് എന്താണ്? BP കൂടുക, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനില വഷളാകുന്ന സമയത്തൊക്കെ എന്താണ്? നമ്മൾ ആ സർജറി സ്റ്റോപ്പ് ചെയ്യല്ലേ? ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യോ? സർജറി ചെയ്യോ? സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഇൻട്രാ ഓപ്പറേറ്റീവില് നമ്മ ആ ഒരു സർജറി നടത്താതെ എത്ര സർജറി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന നടത്താം. നമ്മിപ്പോ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മ അവിടെ നിന്ന് പോയി വീട്ടിലേക്കൊക്കെ പോയി അതിനുശേഷം നമുക്ക് ചിലപ്പോ അവിടെ ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവപ്പെടുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടുത്തെ ബ്ലീഡ് ചെയ്യേണ്ട സമയത്തൊക്കെ എന്താണ് അവര് വീണ്ടും റീചെക്ക് ചെയ്യേണ്ടി വരും അല്ലെ. ആണോ? സൂക്ഷ്മ പരിശോധന നടത്തേണ്ടി വരുമോ? ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സർജറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് OT യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻ OT യൂട്ടിലൈസേഷൻ റേറ്റ്. ഓക്കെ ആണോ? അത് ഓപ്പറേഷൻ തിയേറ്റർ
നെക്സ്റ്റ് പറയുന്നത് ലാബോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ലാബില് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്, അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. നെക്സ്റ്റ് പറയും അതിൽ ഫസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുമ്പോൾ അതിൽ എത്ര എറർ അല്ലെ, എത്ര റിപ്പോർട്ട്സുകളിൽ എറർ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ അല്ലെ. ചിലപ്പോ റിപ്പോർട്ട് മാറിപ്പോവാ, അല്ലെങ്കിൽ എന്താണ് റോങ് ടെസ്റ്റുകൾ നടത്താം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് റേറ്റ് ഓഫ് റീഡൂസ്. നമ്മൾ എന്താണ് ചെയ്ത ടെസ്റ്റുകൾ വീണ്ടും ചെയ്യേണ്ടി വരുമല്ലോ ചില സമയത്ത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ടൈമിന് കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോട്ടിംഗ് ടൈം ഒക്കെ നോക്കാം, ബ്ലഡ് കോട്ടാവാനുള്ള സമയമൊക്കെ നോക്കണമെങ്കിൽ എന്താണ് ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ ബ്ലഡിന്റെ ലാബിലേക്ക് കൊണ്ടു കൊടുക്കണം അല്ലെ. ലാബിൽ കൊണ്ടു കൊടുക്കണ്ടേ ബ്ലഡ് കോട്ട്. ഇപ്പൊ ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് കോട്ടിംഗ് ടൈം ഒക്കെ നോക്കണം അല്ലെ. ബ്ലഡ് കോട്ടാവാൻ എത്ര സമയം എടുക്കും അല്ലെ, അറിയാ. അപ്പൊ എന്താണ് ആ ഒരു ടൈമിന് നമുക്ക് കൊണ്ടുകൊടുക്കുന്ന ആ ഒരു സമയത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മ എന്താണ് വീണ്ടും അങ്ങനെ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ എത്ര എണ്ണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റീഡൂസ് എന്താണ് നമ്മ ടെസ്റ്റുകൾ വീണ്ടും ചെയ്യാൻ. ചിലപ്പോ അതിന്റെ ആ ഒരു കിട്ടിയ സാമ്പിളിന്റെ എഫിഷ്യൻസി കുറവായിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടൈം കഴിഞ്ഞത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വീണ്ടും ആ ഒരു ടെസ്റ്റുകൾ എത്ര എണ്ണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് percentage of laboratory reports correlating with the clinical diagnostic അല്ലെ. എന്താണ് നമ്മ ഈ ലബോറട്ടറിയില് ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യാനാണോ? രോഗനിർണയം നടത്താനാണോ? ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് കോറിലേറ്റ് ചെയ്യാത്ത അല്ലെ, പരസ്പരം ബന്ധപ്പെടുത്തുന്ന എത്ര ലബോറട്ടറി റിപ്പോർട്ട്സുകൾ ഉണ്ട്. നമുക്ക് ആ ഒരു ലബോറട്ടറി റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയണം? ഡയഗ്നോസിസ് നടത്താൻ സാധിക്കണം അല്ലെ. അതിനു വേണ്ടിയല്ലേ ഡോക്ടേഴ്സ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഡയഗ്നോസിസ് ചെയ്യാൻ അല്ലെ. ബ്ലഡിന് കൗണ്ട് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ, യൂറിനിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ അല്ലെ. ആണോ? നമ്മുടെ അസുഖം എന്താണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് നമ്മുടെ ലബോറട്ടറി റിപ്പോർട്ടുമായിട്ട് പരസ്പര ബന്ധമില്ലാത്ത, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കാത്ത എത്ര റിപ്പോർട്ടുകൾ ഉണ്ട്, അതിന്റെ പെർസെന്റേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അതർ to safety precautions by employees working in diagnosis. നമ്മുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ്, PPE കിറ്റുകൾ ധരിക്കുക, ഗ്ലൗസുകൾ ധരിക്കുക, മാസ്കുകൾ ധരിക്കുക, അങ്ങനെ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കാത്ത എത്ര പെർസെന്റേജ് അവിടെ നടത്തുന്നുണ്ട്. ഓക്കെയാണോ? സേഫ്റ്റി പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡയഗ്നോസിസ് സെക്ഷനിൽ നമ്മുടെ എന്താണ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എത്ര ഇൻസിഡന്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ അല്ലേ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഈ ലബോറട്ടറി റിപ്പോർട്ടുമായി കോറിലേറ്റ് ചെയ്യാതെ ഈ ഡയഗ്നോസിസ് അല്ലെ, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് കോറിലേറ്റ് ചെയ്യാത്ത എത്ര ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ?
ഇപ്പൊ നമ്മളെ ലബോറട്ടറിയിൽ ടെസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ നമ്മളെ ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഡോക്ടർ അടുത്ത് എന്നിട്ട് ഡോക്ടർ പറയാറുണ്ട് എന്താണ് ടെസ്റ്റ് ചെയ്യുക, ഇന്ന ടെസ്റ്റുകൾ ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് രോഗനിർണയം നടത്തിയതിനു ശേഷം മരുന്നുകൾ എഴുതി തരാന്ന് പറയാറുണ്ട് അല്ലെ. ആണോ? അല്ലെ, ചില ഡോക്ടേഴ്സ് അങ്ങനെയാണ്. അപ്പൊ അവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് നോക്കി രോഗനിർണയം നടത്തിയതിനു ശേഷം മരുന്നുകൾ എഴുതാനാണ് അല്ലെ. പക്ഷെ അങ്ങനെ ഒരു പരസ്പരം കോറിലേറ്റ് ചെയ്യാത്ത, നമുക്ക് ആ റിസൾട്ട് നോക്കി രോഗനിർണയം നടത്തി നമുക്ക് വേണ്ട മരുന്നുകൾ എഴുതി തരാൻ സാധിക്കാത്ത എത്ര ടെസ്റ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. ഓക്കെ ആണോ? ഒപ്പോസ് ആണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഒപ്പോസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഫാർമസി ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. ഫാർമസിയിലേക്ക് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. റീഡ്യൂസ്, എറേഴ്സ്, 1000 ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അതിൽ എത്ര എറേഴ്സ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ലബോറട്ടറി റിപ്പോർട്ട്സുകളെ കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ലെ. പിന്നെന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് എവിടുത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാണാപാഠം പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓരോന്നും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഫാർമസി അല്ലെ. ഫാർമസിയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയതിൽ എത്ര എണ്ണം എറർ സംഭവിക്കുന്നുണ്ട് അല്ലെ. തെറ്റുകൾ വന്നിട്ട് എത്ര പ്രിസ്ക്രിപ്ഷൻ കിട്ടില്ല ഇങ്ങനെ എറർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അബ്രിവേഷൻ യൂസ് ചെയ്ത സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത സമയത്തായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര പ്രിസ്ക്രിപ്ഷൻ എറർ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ് എറർ അല്ലെ. നമുക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് മരുന്നുകൾ എത്ര പേർക്ക് മാറിക്കൊടുത്തിട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്, ADR. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ for 100 discharges that include LAMA, DAMA, abscond and deaths അല്ലെ. എന്താണ് നമ്മുടെ പേഷ്യൻസില് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ, വിരോധ ഡ്രഗ് റിയാക്ഷൻ, അതായത് ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അലർജി ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അവർക്ക് കുഴച്ചിൽ വരാം, അല്ലെങ്കിൽ അവർക്ക് തടിച്ചു പൊന്താ, അല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് വരാം, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ മോശമാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷനുള്ള എത്ര ഇൻസിഡന്റുകൾ, എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. അതില് നമ്മ എല്ലാവരും കൊണ്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലോ. ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഫോർ 100 discharge that include LAMA, DAMA, abscond and death. നമ്മൾ 100 ഡിസ്ചാർജ് എടുക്കുന്ന സമയത്ത് ആ ഒരു 100 ഡിസ്ചാർജില് റുട്ടീൻ ഡിസ്ചാർജ് അല്ലാതെ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അബ്സ്കൻഡ് അല്ലെ ഒളിച്ചോടി പോയവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഡെത്ത്സ് മരണം സംഭവിച്ചവരെയും നമ്മൾ ഈ 100 ഡിസ്ചാർജില് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ ആണോ? 100 ഡിസ്ചാർജ് ചെയ്തവരില് എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു 100 ഡിസ്ചാർജ് എന്ന് പറയുന്നത് റുട്ടീൻ ഡിസ്ചാർജ് മാത്രമല്ല. ആ ഒരു ഡിസ്ചാർജിന്റെ ഉള്ളില് നമ്മൾ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഡാമ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അബ്സ്കൻഡ് ഒളിച്ചോടി പോയവരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, മരണം സംഭവിച്ചവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് percentage of medication charts with error prone abbreviations അല്ലെ. എന്താണ് നമ്മൾ ഈ മെഡിക്കേഷൻ ചാർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ പ്രോൺ അബ്രിവേഷൻ യൂസ് ചെയ്യുന്നതിൽ പിശകുകൾ സംഭവിക്കാം അല്ലെ. തെറ്റുകൾ സംഭവിക്കുന്ന എത്ര മെഡിക്കേഷൻ ചാർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് അല്ലെ. നമ്മൾ ഈ ചില പേഷ്യൻസിന് ഈ കീമോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടാവാറില്ലേ, ക്യാൻസർ പേഷ്യൻസ്.
അപ്പൊ കീമോ ചെയ്യേണ്ട പേഷ്യൻസിന് ചിലര് അവരുടെ ആരോഗ്യം അവർക്ക് ഉചിതമല്ല, ചിലര് വീക്ക് ആയിട്ടുണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ ചിലർക്ക് ആധിക്യം കൊണ്ട് പ്രായാധിക്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കീമോ ഒന്നും ചെയ്യാൻ പറ്റില്ല, റേഡിയേഷൻ ഒന്നും. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻ കൊടുക്കും. ആ സെയിം എഫക്ട് ചെയ്യുന്ന മെഡിസിനുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഹൈ റിസ്ക് മെഡിക്കേഷൻ കൊടുക്കുന്ന പേഷ്യൻസിന് എത്ര പേർക്ക് ആ ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ട് അഡ്വേഴ്സ് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ ഒബ്റ്റെയിൻ ബൈ ലോക്കൽ പർച്ചേസ് അല്ലെ. എന്താണ് നമ്മുടെ നമ്മുടെ ലോക്കൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഡ്രഗ്സുകൾ നമ്മൾ അത് ഉപയോഗിച്ചതുമായിട്ടുള്ള എത്ര കൺസ്യൂമബിൾ ഒബ്റ്റെയിൻ ബൈ ലോക്കൽ പർച്ചേസ് അല്ലെ, നമ്മൾ ലോക്കൽ പർച്ചേസിംഗ് നടത്തി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളും അത് വിതരണവും കൺസ്യൂമബിൾ ചെയ്യുന്നതുമായ എത്ര കേസുകളുണ്ട്, എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി മെഡിസിനുകളുടെ സ്റ്റോക്ക് ഔട്ട് തീർന്നു പോവാ അല്ലെ, മെഡിസിൻ ആ ഒരു നമ്മ സൂക്ഷിക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റി തീർന്നു പോവുക. നമ്മുടെ ഡ്രഗ്സുകളുടെ സ്റ്റോക്ക് തീർന്നു പോവുക. അതിൽ എന്തുകൂടി വരുന്നുണ്ട്, നോർമൽ ഡ്രഗ്സുകൾ അല്ലാതെ എമർജൻസി ഡ്രഗ്സുകളുടെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നത് കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം മിസ്. നമ്മുടെ സാധാരണ ഡ്രഗ്സുകളും പിന്നെ എമർജൻസി ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സുകളാണ് കേട്ടോ, രണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. എമർജൻസി ഡ്രഗ്സുകളും നമ്മുടെ സാധാരണ നോർമൽ ഡ്രഗ്സുകളുടെയും സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നത്, സ്റ്റോക്ക് തീർന്നു പോകുന്ന എത്ര ഇൻസിഡന്റുകൾ, എത്ര സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പയറിംഗ് ഓഫ് GRN ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് എന്താണ്, നമ്മ ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് GRN എന്ന് പറയുന്നത് നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങില്ലേ, നമ്മ ഓർഡർ കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ലേ, അപ്പൊ ആ സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് ആണ് GRN. നമ്മൾ ഇന്ന സപ്ലയേഴ്സിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇന്ന പ്രോഡക്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. GRN ഇന്ന പ്രോഡക്റ്റുകൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന ഡോക്യുമെന്റ് ആണ് GRN. അപ്പൊ നമ്മൾ അങ്ങനെ റിസീവ് ചെയ്ത പ്രോഡക്റ്റുകളിൽ എന്താണ്, നമ്മൾ നിരസിക്കുന്നതുണ്ടാവും അല്ലെ, ചിലപ്പോ അതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോയത് കൊണ്ടായിരിക്കാം നമ്മൾ നിരസിക്കുന്നതുണ്ടാവുമല്ലോ, തിരിച്ച് റിട്ടേൺ ചെയ്യും അല്ലെ, ആ ഒരു പ്രോഡക്റ്റുകൾ റിട്ടേൺ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എത്ര പെർസെന്റേജ്, എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഒന്നുകൂടെയും പറയാം. GRN എന്ന് പറഞ്ഞാല് നമ്മൾ സപ്ലയേഴ്സിന് ഓർഡർ കൊടുത്ത് നമ്മൾ റിസീവ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിനെയാണ് GRN എന്ന് പറയുന്നത്. നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് പ്രോഡക്റ്റുകൾ പർച്ചേസ് ഓർഡർ കൊടുത്ത് റിസീവ് ചെയ്തിട്ട് ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് GRN. അപ്പൊ നമ്മൾ അത് സ്വീകരിച്ച് നമ്മൾ അവിടുത്തെ എന്താണ് ഇന്ന പ്രോഡക്റ്റുകളൊക്കെ സ്വീകരിച്ചിട്ട് GRN തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു കൊടുക്കുമല്ലോ, റിട്ടേൺ ചെയ്യാലോ. ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ആ ഒരു മെഡിസിൻ യൂസ് ചെയ്തതിന് ശേഷം ആർക്കെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടായത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോയത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മ മീഷോയില് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാറില്ലേ? സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെന്ത് വരും, ഡെലിവേർഡ് എന്ന് പറഞ്ഞ് വരാറുണ്ട് അല്ലെ. സാധനങ്ങൾ നമുക്ക് ലഭിച്ചു,
നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്തു നമ്മൾ ഡെലിവേർഡ് ആയി നമുക്ക് ആള് കൊണ്ടുവന്ന ആള് പോയതിന് ശേഷം നമ്മ അത് പൊട്ടിച്ചു നോക്കുമല്ലോ. പൊട്ടിക്കുന്ന സമയത്ത് എന്താണ് നമ്മ പറഞ്ഞ പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മ പറഞ്ഞ പ്രോഡക്റ്റ് ആ ഒരു മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡാമേജ് ഉണ്ടെന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ആക്കും അല്ലെ? അപ്പൊ അതേപോലെയുള്ള ഒരു പ്രോസസ് തന്നെയാണ് നമ്മ വാങ്ങിച്ച് ഗുഡ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കിയതിന് ശേഷം എന്താണ് നമ്മ ആ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ട്, അതിലേക്ക് എന്തെങ്കിലും ക്വാളിറ്റിയുടെ അഭാവം ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ അത് റിട്ടേൺ ചെയ്യുന്ന എത്ര ഇൻസിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദി പ്രൊക്വയർമെന്റ് പ്രോസസ് അല്ലെ? നമ്മുടെ പ്രൊക്വയർമെന്റ് പ്രോസസ്സുമായിട്ട് എത്ര പെർസെന്റേജ് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലെ? നമ്മ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റുകളും നമ്മ അത് ഇഷ്യൂ ചെയ്തതിന് ഓരോ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തതിന് ശേഷം നമ്മ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? ഇത്ര ഇഷ്യൂ ചെയ്തു, ബാലൻസ് ഇത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്താറുണ്ടോ? ബിൻ കാർഡ് മറ്റേ ഇതിലൊക്കെ ആയിട്ട് അല്ലെ? ബിൻ കാർഡിലൊക്കെ ഫാർമസിയിൽ പഠിച്ചല്ലോ ബിൻ കാർഡ് അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് വേരിയേഷൻസ് സംഭവിക്കാലോ. വാങ്ങിച്ചതില് ഇഷ്യൂ ചെയ്ത ബാലൻസ് കണ്ടെന്താ? ഇപ്പൊ നമുക്ക് 500 എണ്ണം വാങ്ങി, പ്രോഡക്റ്റ് വാങ്ങി, 300 എണ്ണം നമ്മ ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഇഷ്യൂ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവണം? 200 എണ്ണം ബാലൻസ് ഉണ്ടാവണം അല്ലെ? അപ്പൊ പക്ഷെ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 200 എണ്ണം ബാലൻസ് ഇല്ലെങ്കിൽ അവിടെ എന്താണ്? വേരിയേഷൻ ആണ് അല്ലെ? പ്രൊക്വയർമെന്റ് പ്രോസസ്സിൽ വേരിയേഷൻ സംഭവിക്കുന്നതല്ലേ? അപ്പൊ അങ്ങനെ എത്ര വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്? എത്ര ഇൻസിഡന്റുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഓക്കെയാണോ? ഓക്കെയാണോ? ബാക്കി എല്ലാവർക്കും ഒന്ന് പറഞ്ഞേ. പ്രൊക്വയർമെന്റ് പ്രോസസ്സ് സംഭരണ പ്രക്രിയ അല്ലെ? നമ്മ സ്റ്റോറേജ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിലെ മരുന്നുകളിൽ എത്ര വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്? നെക്സ്റ്റ് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് അല്ലെ? നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് വിലയിരുത്തുന്നത് നമ്മുടെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഫസ്റ്റത്തെ വരുന്നത് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ? എന്താണ് നമ്മുടെ ഔട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്? നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന OP ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നു. അവിടെ എത്രത്തോളം നമ്മുടെ ഹോസ്പിറ്റലിലെ സർവീസുകളില്, അവിടുത്തെ ഫെസിലിറ്റീസുകളില്, അവിടുത്തെ വെയിറ്റിംഗ് ടൈംസില് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യം. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അല്ലെ? നമ്മുടെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി, രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവര് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഫ്രണ്ട് ഓഫീസർ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു? ഓക്കെയാണോ? മിസ് ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്? അത് പറയുന്നത് നമ്മുടെ ലോക്കൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വാങ്ങിച്ച ഡ്രഗ്സുകളില് നമ്മൾ എത്ര എണ്ണം ഉപയോഗം ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മൾ എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെയാണോ? നമ്മുടെ ലോക്കൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പർച്ചേസ് നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചു അല്ലെ? നമ്മ ലോക്കൽ പർച്ചേസിംഗ് പഠിച്ചു, പർച്ചേസിംഗ് ഫോർ സപ്ലയേഴ്സ് പഠിച്ചു അല്ലെ? ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മ പർച്ചേസ് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലെ? ഇമ്പോർട്ട് പർച്ചേസ് പഠിച്ചോ? ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെ പ്രാദേശികമായിട്ട് നമ്മ ഡ്രഗ്സുകൾ പർച്ചേസ് ചെയ്തതില് നമ്മ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്? ഓക്കെയാണോ? എത്ര ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? ഓക്കെയാണോ? അത്
ഒരുപാട് വേസ്റ്റ് വന്നിട്ടുണ്ടോ, ഒരുപാട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഇനിയും ഒരുപാട് ഉപയോഗിക്കാനിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ഭാഗത്ത് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എടുത്ത ഭാഗത്ത് എന്തുപറ്റി? ഇന്ന് ആർക്കും ഒരു ഉഷാറില്ലല്ലോ, എന്തുപറ്റി? കേട്ടിട്ട് മതിയായോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് MRD അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. നെക്സ്റ്റ് അതില് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത് നമ്മുടെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഫസ്റ്റത്തെ വരുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി അല്ലെ. എന്താണ് നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റ് പോകുന്ന സമയത്ത് എന്ത് ഉൾപ്പെടുത്താറുണ്ട്? ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താറുണ്ട് അല്ലെ. ഡിസ്ചാർജ് പ്രോസസ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? അപ്പൊ അങ്ങനെ ആ ഒരു ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. നമ്മുടെ രോഗനിർണയത്തെ കുറിച്ച്, നമുക്ക് എന്ത് രോഗമാണ്, ആ രോഗം, അതിന്റെ സിംറ്റംസ്, അതൊക്കെ എന്ത് ചെയ്യാണ്? കോഡുകൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ICD കോഡിംഗ് ഉപയോഗിക്കാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്? ഓക്കെയാണോ? നമ്മുടെ O002 ICD കോഡിംഗ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതിലൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ ICD കോഡിംഗ് ആണ്. ഓരോ രോഗത്തെയും നമ്മൾ ഏത് കോഡ് വെച്ചാണ് എഴുതുന്നത്, അതിന്റെ സിംറ്റംസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ നമ്മൾ ഈ കോഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ICD കോഡിംഗ് ഉപയോഗിക്കാത്ത എത്ര മെഡിക്കൽ റെക്കോർഡ്സുകള് ഹോസ്പിറ്റലിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. മിസ് ഇത് പറഞ്ഞാണ് അല്ലെ. എന്താണ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കാത്ത അല്ലെ, അവരുടെ ഡയഗ്നോസിസിനെ കുറിച്ച്, അവർക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ച്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച്, അവർക്ക് കൊടുത്തിട്ടുള്ള മരുന്നുകളെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൂടി ഉൾക്കൊള്ളിക്കാത്ത ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള എത്ര മെഡിക്കൽ റെക്കോർഡുകളുണ്ട്? അതേപോലെ ഇംപ്രോപ്പർ കൺസേൺ അല്ലെ, അവരുടെ സമ്മതത്തോടെ അല്ലാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സുകൾ അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായ സന്ദർഭങ്ങൾ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ റെക്കോർഡുകൾ എത്ര വർഷം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നുണ്ട്? പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? നമ്മ പഠിച്ചിട്ടുണ്ട്. 3 വർഷം വരെ അല്ലെ. അപ്പൊ 3 വർഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ റെക്കോർഡ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. എന്തേ? അപ്പൊ എന്താണ് അങ്ങനെ മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായിട്ടുള്ള എത്ര ഇൻസിഡന്റുകൾ, എത്ര കേസുകൾ ഉണ്ട്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ബെഡ് occupancy rate. The bed occupancy rate BOR percentage is a measure of utilization of the available bed capacity in a hospital. എന്താണ് BOR എന്ന് പറഞ്ഞാൽ bed occupancy rate എന്ന് rate എന്നാണ്. Is a measure of utilization of the available bed capacity in a hospital. എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭിക്കുന്ന ബെഡിന്റെ കപ്പാസിറ്റി നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലില് ഇത്ര ടൈം പീരീഡില്, അതായത് 1 വർഷമൊക്കെ എത്ര പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്? ഓക്കെയാണോ? യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള ബെഡുകളെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റ് ആക്കുക അല്ലെ, പേഷ്യൻസ് ഉപയോഗിക്കുക അല്ലേ.
അപ്പൊ എന്താണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം. അപ്പൊ നോക്കിയേ, ഇറ്റ് ഡിനോട്ട്സ് എന്താണ് the percentage of beds occupied by patient is a defined period of time, normally a year. Normally സാധാരണ ഒരു വർഷത്തില് ആ ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ താമസിപ്പിക്കുന്നുണ്ട് അല്ലെ, അതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഒരു നിശ്ചിത കാലയളവില് നോർമലി സാധാരണ അതൊരു വർഷമാണ് അല്ലെ, ആ ഒരു വർഷത്തിനുള്ളില് രോഗികൾ താമസിക്കുന്ന കിടക്കുകളുടെ ശതമാനത്തെ, അതായത് ഒരു വർഷത്തിനുള്ളില് ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നു എന്നുള്ള ആ ഒരു ശതമാനത്തെയാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, എന്താണ് പേഷ്യൻസിനെ എത്ര ദിവസം അല്ലെ താമസിപ്പിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനെ എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, മരണനിരക്ക് എത്രയാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ജനന മരണ നിരക്ക്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ശിശു മരണ നിരക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ MRD ഉൾക്കൊള്ളിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്. നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ജനന മരണ നിരക്ക്. പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ശിശു മരണ നിരക്ക്. ഓക്കെ ആണോ? ഒരു നിശ്ചിത കാലയളവിൽ എത്ര ആളുകൾ ജനിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റില് എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു പ്രൊപ്പോർഷൻ. നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ. ഓക്കെ, 4th മൊഡ്യൂളിലാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് HRM. HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഹോസ്പിറ്റലില് നിങ്ങൾ പഠിച്ചാണ്, ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടുത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? അത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വരുന്നത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ് അല്ലെ. നമ്മ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യൻസിന്റെ അതേപോലെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത് പോലെ തന്നെ ആരുടെ സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ വിലയിരുത്തണം? എംപ്ലോയീസിന്റെ അല്ലെ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, അവിടുത്തെ വർക്കില്, അവിടുത്തെ ഫെസിലിറ്റീസില്, അവിടുത്തെ എൻവിയോൺമെന്റില്, അവിടുത്തെ വർക്കിംഗ് ടൈമിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വിലയിരുത്തണ്ടേ? അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നു. അതിൽ അവര് നമ്മുടെ സ്റ്റാഫുകള് എത്രത്തോളം ഹാപ്പി ആണ് അല്ലെ, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മ ഒരു പീരീഡ് ഉണ്ടാവും അല്ലെ, ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ. ഒരു പീരീഡ് 1 വർഷം, 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ അല്ലെ, ആണോ? ബോണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ബോണ്ട്, ആ ഒരു കോൺട്രാക്ട് കരാറ് തീരുന്നതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് റിസൈൻ ഇട്ട് പോകുമല്ലോ. ചിലപ്പോ എന്തെങ്കിലും അവിടുത്തെ ആ ഒരു ടൈമിനുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ വർക്കുകൾ അവർക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എൻവിയോൺമെന്റിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രഷർ കിട്ടുന്നത് കൊണ്ടായിരിക്കാം അല്ലെ. നമ്മ ആ ഒരു കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മ ജോലി ഉപേക്ഷിച്ചു പോകുമല്ലോ. അപ്പൊ അങ്ങനെ എംപ്ലോയി അട്രീഷൻ റേറ്റ്, ആ ഒരു ടൈം പീരീഡ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എത്ര എംപ്ലോയീസ് അവിടെ നിന്ന് പോയിട്ടുണ്ട്, ജോലി റിസൈൻ ഇട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയി അട്രീഷൻ റേറ്റ്. ഓക്കെ ആണോ? അതിന് ഒരുപാട് പേര് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്ന നമ്മൾ വിലയിരുത്തേണ്ടത്? അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ട് അല്ലേ? ആണോ? സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിലാ അല്ലെ?
അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയി അട്രീഷൻ റേറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് അബ്സെന്റീസം റേറ്റ് അല്ലെ. നമുക്കറിയാം എംപ്ലോയീസ്, നമുക്കറിയാം നമ്മൊരു സ്ഥലത്ത് ജോലി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 2 ദിവസമൊക്കെ ആയിരിക്കും അല്ലെ ലീവ് അല്ലെ, 1-2 ദിവസമായിരിക്കും ലീവ്. അപ്പൊ എംപ്ലോയീസ് ആബ്സെന്റീസം റേറ്റ് എത്ര പേര് ലീവ്, എത്ര ലീവ് ഉണ്ട്, എങ്ങനെ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഒരുപാട് കൂടുതലാണോ നമ്മുടെ എംപ്ലോയീസ് ആബ്സെന്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങള് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീം അല്ലെ. എന്താണ് നമ്മുടെ എംപ്ലോയീസിന് എന്തുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അവകാശങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മുമായി ബന്ധപ്പെട്ട സ്കീമുകൾ ഉണ്ട് അല്ലെ, ബെനിഫിറ്റ്സുകൾ, എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഒക്കെ ഉണ്ടാവും, ബോണസ് കിട്ടാറുണ്ട് അല്ലെ, ഇൻഷുറൻസ് അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ലഭിക്കുക, വെൽഫെയർ സ്കീമുകളൊക്കെ ഉണ്ട് അല്ലെ. അത് എത്ര പേർക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ട്, ഇൻഫോം ഉണ്ട്, ഓക്കെയാണോ? നമ്മുടെ എംപ്ലോയീസിന് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന വെൽഫെയർ സ്കീമുകളെ കുറിച്ച് എത്ര പേർക്ക് അതിനുള്ള അറിവുണ്ട്, ഓക്കെയാണോ? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് പ്രൊവൈഡഡ് ഫ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും വലിയ വലിയ ആന്റിബയോട്ടിക്സുകളൊക്കെ എല്ലാം കൊടുക്കാറുണ്ടോ? അതിന് സീനിയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, സീനിയർ സ്റ്റാഫുകളല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് നല്ല ആന്റിബയോട്ടിക്കുകളുടെ ഉയർന്ന ഡോസ് ഒക്കെ ഉള്ള ആന്റിബയോട്ടിക്സുകള് എത്ര സ്റ്റാഫുകൾ ഹോസ്പിറ്റലില് നമ്മുടെ പേഷ്യൻസിന് നൽകുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാലയളവ് അല്ലെ, ആ ഒരു ടൈം പീരീഡ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത്. നെക്സ്റ്റ് എംപ്ലോയീസ് അബ്സെന്റീസം റേറ്റ് അല്ലെ, ലീവ് എടുക്കുക, ഒരുപാട് പേര് ലീവ് എപ്പോഴും എടുക്കുന്നുണ്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ എംപ്ലോയീസിന്റെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അവകാശങ്ങളെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന വെൽഫെയർ സ്കീമുകളെ കുറിച്ച് എത്ര പേർക്ക് ഇതിനുള്ള ഒരു അറിവുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന് നൽകുന്ന ഉയർന്ന ഡോസുകളൊക്കെയുള്ള ആന്റിബയോട്ടിക്സുകളൊക്കെ കൊടുക്കാൻ എത്ര പേര് വില്ലിങ് ആണ് അല്ലെ, എത്ര സ്റ്റാഫുകൾ ആ ഒരു ആന്റിബയോട്ടിക്സുകൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി ആണ് കേട്ടോ, 10ാമത്തെ ഡിസ്ചാർജ് സമ്മറി ആണ്. ഡിസ്ചാർജ് സമ്മറിയിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഡിസ്ചാർജ് സമ്മറിയിൽ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ, നമ്മുടെ ഡിസ്ചാർജ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് 11ാമത്തെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. നമ്മുടെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതാണെന്ന് നോക്കിയേ, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെ. എന്താണ് നമ്മുടെ നിർണായക എക്യുപ്മെന്റിന്റെ തകർച്ചാ സമയം അല്ലെ, അത് എത്ര സമയം പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ബയോമെഡിക്കൽ എക്യുപ്മെന്റുകൾ, ജനറൽ എക്യുപ്മെന്റ് പോലെയുള്ള ക്രിട്ടിക്കൽ എക്യുപ്മെന്റുകളെ എത്ര സമയം പ്രവർത്തനരഹിതമായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എക്യുപ്മെന്റുകൾ പ്രവർത്തനരഹിതമായാൽ എന്താണ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കോ, ഫങ്ഷൻസ് നടക്കോ? ആ ഒരു പ്രത്യേക സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും അല്ലേ, ആ ഒരു പ്രത്യേക സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ എക്യുപ്മെന്റുകളുടെ ബ്രേക്ക് ഡൗൺ ടൈം എങ്ങനെയാണ്, എത്ര സമയം ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓപ്പറേഷൻ തിയേറ്റേഴ്സില്, ICUലുള്ളത്, ജനറൽ എക്യുപ്മെന്റുകൾ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റുകളെ എന്താണ് എത്രമാത്രം കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, ഉപയോഗ നിരക്ക്. ഓക്കെ ആണോ?
ഓക്കെ, അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് 11 ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോന്നിലും വന്നത് അല്ലെ. മനസ്സിലായില്ലേ? കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ വന്നിട്ടുള്ളൂ അല്ലെ. കുറച്ച് മാത്രം വേറെ വന്നിട്ടുള്ളൂ അല്ലെ. നെക്സ്റ്റ് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. നമ്മുടെ ഹോസ്പിറ്റലില് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി അല്ലെ, യോഗ്യത എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്താണ്? താഴെ പറയുന്ന കാര്യങ്ങള് പാലിക്കണം അല്ലെ, ഫോളോ ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് പറയുന്നത് കറന്റ്ലി ഇൻ ഓപ്പറേഷൻസ് ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ it should be above 50 beds. Since hospital below 50 beds will come under SHCO standards. നമുക്ക് പറഞ്ഞു നാബ് ഹോസ്പിറ്റലിനെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. നാബ് തുടങ്ങിയപ്പോ തന്നെ 50 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും 50 ബെഡിൽ കുറവാണെങ്കിൽ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ HCO നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ അക്രഡിറ്റേഷൻ ലഭിക്കാം. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എത്ര ബെഡുകൾ വേണം? 50 ബെഡിൽ കൂടുതൽ അല്ലേ? ആണോ? അപ്പൊ എന്താണ്? നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ 50 ബെഡിൽ കൂടുതൽ വേണം. അതല്ലെങ്കിൽ അത് എന്ത് പറ്റും? 50 ബെഡിൽ കുറവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് പോകും? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെ ആണോ? HCO ആണ് കേട്ടോ നമ്മ പറയുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയാണ്. അപ്പൊ എന്ത് വേണം? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പെടണമെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് 50 ബെഡിൽ കൂടുതൽ ബെഡ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ HCOന്റെ നാബിന്റെ എന്താണ് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളൂ, യോഗ്യതയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് the hospital has the minimum volume of patient which will evaluate the quality of care given to the patient which is presently 30%. എന്താണ്? രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം ആശുപത്രിയിലുണ്ട്. ഇപ്പൊ നമ്മ ഒരുപാട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിചരണം കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വാലുവേറ്റ് ചെയ്യുന്ന വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ എണ്ണം ഹോസ്പിറ്റലിലുണ്ട്. അത് എത്രയാണ്? വിച്ച് ഈസ് പ്രസന്റ്ലി 30%. ഓക്കെയാണോ? ഹോസ്പിറ്റലില് എന്താണ് നൽകുന്ന ഗുണനിലവാരം വിലയിരുത്തുന്നതിന് എന്താണ് ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം 30% ആണ്. നെക്സ്റ്റ് പറയുന്നത് the organization that commits to abide by NAB standards and applicable legal or statutory or regulatory requirements. എന്താണ്? നമ്മുടെ നാബ് പറയുന്ന നാബിന്റെ മാനദണ്ഡങ്ങളും എന്താണ്? നിയമങ്ങളും അല്ലെ, നിയമനിർമ്മാണ ആവശ്യകതകളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള അവര് പറയുന്ന സ്റ്റാൻഡേർഡുകളും അവര് പറയുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്ന ഹോസ്പിറ്റലിന് മാത്രമാണ് അല്ലെ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാത്ത ഹോസ്പിറ്റലിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കാത്ത നാബ് പറയുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നാബിന്റെ പ്രവർത്തനങ്ങൾ ഇല്ല. അപ്പൊ എന്താണ്? നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകളും അവര് പറയുന്ന നിയമനിർമ്മാണ കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് the healthcare organization should have implemented NAB standards in HCO for a minimum 3 months. അല്ലെ എന്താണ് NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ 3 മാസമെങ്കിലും പ്രാവർത്തികമാക്കിയിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്തിനു വേണ്ടി പറ്റുള്ളൂ? NABിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് NABിന്റെ സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത് 3 മാസമെങ്കിലും പ്രാവർത്തികമാക്കിയതിനു ശേഷമാണ് അവർക്ക് എന്തിനു പറ്റുള്ളൂ? നമ്മുടെ NABിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് these standards are to be used by the whole organization and not for a certain services within the organization. ഈ NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രാവർത്തികമാക്കണം അല്ലെ. ഒരു സർട്ടൻ സർവീസുകൾ മാത്രം അത് പ്രാവർത്തികമാക്കിയാൽ മതിയോ? ഒരു പ്രത്യേക സേവനങ്ങൾക്ക് മാത്രം നമ്മുടെ NABിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിച്ചാൽ മതിയോ? പോരാ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ പറയുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പ്രാവർത്തികമാക്കണം അല്ലെ. NABിന്റെ സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കണ്ടേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മാത്രം ആ ഒരു സ്റ്റാൻഡേർഡുകൾ പാലിച്ചാൽ നമുക്ക് NABിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കോ? അപ്പൊ ബാക്കി അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അനസ്തേഷ്യ ഉണ്ട് അല്ലെ, ബാക്കി എല്ലാ സർവീസുകളും അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേക സേവനങ്ങൾക്ക് മാത്രം പ്രാവർത്തികമാക്കിയാൽ പോരാ, ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഈക്വലി അപ്ലിക്കബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ഒരുപാട് സർവീസുകൾ നൽകുന്നുണ്ട് അല്ലെ. and the standards are equally applicable to all services within the healthcare organization. അപ്പൊ നമ്മൾ ഈ NAB പറയുന്ന സ്റ്റാൻഡേർഡുകൾ നമ്മുടെ ഈ മൾട്ടിപ്പിൾ സർവീസുകളിലെ എല്ലാ സർവീസുകളിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. ഒരുപോലെ ബാധകമാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കർണാടകയിലുള്ള മാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലിന് NABിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നതാണ് കേട്ടോ. മംഗള ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഹോസ്പിറ്റലിന് മംഗള കിഡ്നി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിന് NABിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഓക്കെ, അത് പഠിക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ അറിയാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മിസ്സിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞു. നമുക്ക് ഇനി തേർഡ് മൊഡ്യൂളില് ഇനി ഏത് ചാപ്റ്റർ എടുക്കാനുള്ളേ? ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ? ബാക്കിയെല്ലാം കഴിഞ്ഞ് തുടങ്ങി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ, അത് മിസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഓക്കെ അല്ലേ? ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.